ഞാൻ അവന് കൂടോത്രം ചെയ്തു. അവൻ എന്നെ ചതിച്ചു പോയാലും പറ്റിച്ചു പോയാലും ഞാൻ അവനെ നശിച്ചു പോകാൻ വേണ്ടി. നമ്മൾ ഇതൊക്കെ ചെയ്യാമോ? ചെയ്തു സാറേ, ഞാൻ ചെയ്തു. കാരണം ഞാൻ അത്ര അനുഭവിച്ചത് അവൻ്റെ കൂടെ നടന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല. ദൈവങ്ങളൊന്നും ഇല്ലേ? മനസ്സിലാക്കണം, അവൻ എന്തെങ്കിലും പറ്റണം എന്ന് ആഗ്രഹിച്ച് നമ്മളൊരു കർമ്മം ചെയ്താൽ അത് അവനല്ല പറ്റുന്നത് അല്ല. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. അതായത് വളരെ മോശം കർമ്മങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപദ്രവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ നല്ല രീതിയിൽ വളരുന്നത് നമ്മൾ കാണാറുണ്ട്. ഏറ്റവും ദൈവത്തിന് മുറുകെ പിടിച്ച് അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ ശാന്തസ്വരൂപമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള സാധാരണക്കാരൊക്കെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും പോകുന്നുണ്ട്. ഇതെന്താണ്? ഇതെന്ത് ന്യായമാണ്, നീതിയാണ്? എനിക്കിതാണ് ചോദിക്കാനുള്ളത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴത്തേക്കും ഈശ്വരൻ അങ്ങനെയാണോ നീതി പുലർത്തണ്ടേ? അതായത് പലപ്പോഴും ഇതൊരു റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ പലപ്പോഴും എൻ്റെ അടുത്തിട്ട് വരുന്ന ഒരുപാട് കേസുകളായിട്ട് വരുന്ന, സാറേ എന്നെ അവൻ പറ്റിച്ചു, ചതിച്ചു, എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി, ചവിട്ടി തേച്ചു, എന്നെ ഇത്ര ഉപദ്രവിച്ചു. അവൻ എന്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അവൻ എന്ത് ഉയർച്ചയിൽ അവൻ ജീവിക്കുന്നത്, അവൻ എന്ത് സാമ്പത്തികമായ ഉന്നതിയാണ് അവന് സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചും ജപിച്ചും മന്ത്രങ്ങൾ ജപിച്ചും എല്ലാം കേട്ടിട്ടും എൻ്റെ ജീവിതം ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള സംശയങ്ങളിലൊന്ന്. എന്തുകൊണ്ട് ശത്രു മാത്രം വളരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പോസിറ്റീവായ ഊർജം നമുക്ക് തരുന്നത് അൾട്ടിമേറ്റ് ആനന്ദവും സന്തോഷവും എന്ന് വേണ്ട, നമുക്ക് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെഗറ്റീവായ ഊർജത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടുപോകും, എന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തരും. അവസാനം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങളെ വെട്ടി നിരത്തിയിട്ടായിരിക്കും അവസാനം ഇറങ്ങിപ്പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ ഒരു ശത്രു ഉപദ്രവിച്ചു എന്ന് കരുതുക. ആ ഉപദ്രവിച്ച ശത്രു ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മുടെ കാഴ്ചയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശത്രു എന്താണ് അനുഭവിക്കുന്നതെന്ന് ശരിക്കും നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ കാണുമ്പോൾ എന്താ കാണുന്നത്? നല്ല കാർ, നല്ല വീട്, ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തന്, ഇതല്ലേ നമ്മൾ കാണുള്ളൂ. ഏതെങ്കിലും ഒരു ശത്രു അവൻ്റെ ദുഃഖങ്ങൾ പുറത്തു പറയോ, അവൻ്റെ ഇല്ലായ്മകൾ പുറത്തു പറയോ, ബുദ്ധിമുട്ടുകൾ പുറത്തു പറയോ? നമ്മൾ ചിന്തിക്കുന്നത് ഏത് സെൻസിലാണ്? നമ്മുടെ ഇല്ലായ്മകൾ അവനുണ്ട്, അതുകൊണ്ട് അവൻ സൂപ്പറാണ്. അതായത് എനിക്ക് പണമില്ല, എനിക്ക് കാറില്ല, എനിക്ക് വീടില്ല, ഞാനിതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്, അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ എൻ്റെ ശത്രു ഇതെല്ലാം ഉണ്ടാക്കി എന്ന് കരുതി അത് പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മളെ ദ്രോഹിച്ച, നമ്മളെ ചതിച്ച, നമ്മളെ പറ്റിച്ച, നമ്മളെ ഇല്ലായ്മ ചെയ്ത നമ്മുടെ ശത്രു വളർത്തിയതിന് ശേഷമാണ് തളർത്തുള്ളൂ. കാരണം വളർന്നു പോയ ഒരുത്തന് തളരുക എന്ന് പറയുന്നത് മരണതുല്യം, തകർന്നു പോവുക എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഒപ്പം തന്നെ അവന് എന്തെങ്കിലും ഇപ്പം എപ്പോഴും പറയുന്നുണ്ട്, കണ്ടോ ഞാൻ അവന് കൂടോത്രം ചെയ്തു, അവൻ എന്നെ ചതിച്ചു പോയാലും പറ്റിച്ചു പോയാലും ഞാൻ അവനെ നശിച്ചു പോകാൻ വേണ്ടി. നമ്മൾ ഇതൊക്കെ ചെയ്യാമോ? ചെയ്തു സാറേ, ഞാൻ ചെയ്തു. കാരണം ഞാൻ അത്ര അനുഭവിച്ചത് അവൻ്റെ കൂടെ നടന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല. ദൈവങ്ങളൊന്നും ഇല്ലേ? മനസ്സിലാക്കണം, അവൻ എന്തെങ്കിലും പറ്റണം എന്ന് ആഗ്രഹിച്ച് നമ്മളൊരു കർമ്മം ചെയ്താൽ അത് അവനല്ല പറ്റുന്നത് അല്ല. അത് വേറെ വിഷയം. അവന് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണോ, അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അവൻ എന്തിനെയാണോ കരുതി വെച്ചിരിക്കുന്നത് അതായിരിക്കും ഇല്ലാണ്ടായി പോകുന്നത്. ചില വ്യക്തികൾക്ക് പണമായിരിക്കാം, അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ചില വ്യക്തികൾക്ക് സെക്ഷുവാലിറ്റി ആയിരിക്കാം. ഈ നെഗറ്റീവായ വ്യക്തികൾക്ക് മുഴുവനും ഡ്രഗ്, സെക്സ്, പണം, ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും അവർ ലോക്കായി കിടക്കുന്നത്. ചില ആളുകൾക്ക് സെക്ഷൽ എനർജി ആയിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള വിഭ്രാന്തി വരാൻ തുടങ്ങും. പക്ഷേ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് കുറേ വർഷത്തിന് ശേഷം നമുക്കത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കും ആ ദോഷം ബാധിക്കുന്നത്. അതായത് അവൻ ഈ ആൾക്കാരൊക്കെ പറ്റിച്ച് ചതിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനായിരിക്കും അപകടം വരുന്നത്, ആ കുഞ്ഞിനായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. അതായിരിക്കും ഇവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. എന്ന് ആലോചിച്ചു. ഒരു ദുഷ്ടനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ഒരു കൈ പോയി കഴിഞ്ഞാൽ അവനൊന്നുമില്ല, അവൻ്റെ തല പോയാൽ അവനൊന്നുമില്ല. പക്ഷേ അവന് വേണ്ടപ്പെട്ട ഒരു സാധനം, അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സാധനം അവന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് അവന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശത്രുവിന് എന്ത് പറ്റിയെന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളെ കാണിച്ച് തന്നിട്ടല്ല കാർമിക് എനർജി ആ കാര്യങ്ങൾ ചെയ്യുന്നത്, കർമ്മം, മനസ്സിലായോ? അല്ലെങ്കിൽ കാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഗായത്രീനെ ഒരാൾ ഉപദ്രവിച്ചു, ഗായത്രി അവനെ ശപിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു, അവൻ എന്ത് പറ്റിയെന്നുള്ളത് ദൈവം വന്ന് ഗായത്രി അടുത്ത് പറയണം. അതെന്നാ മൈൻഡ്? ഇതൊന്നും നടക്കില്ല. നിങ്ങളെ ഉപദ്രവിച്ചോ, നിങ്ങളെ ചതിച്ചോ, നിങ്ങളെ പറ്റിച്ചോ, നിങ്ങളെ ഇല്ലായ്മ ചെയ്തോ, ഉറപ്പിച്ചോ
നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ ഇഞ്ചും ഓരോ കോശങ്ങളിലും നിങ്ങൾക്കുണ്ടാവുന്ന വേദന ഓരോ എനർജികളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൃത്യമായിട്ട് അത് അവൻ്റെ ബോഡിയിലോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളുടെ ഓരോ വാക്കിലും നിങ്ങളുടെ ഓരോ ഉറക്കത്തിലും നിങ്ങൾ അവനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിനെ സംബന്ധിച്ചിട്ട് 2 ഊർജ്ജം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒന്ന് നെഗറ്റീവായ ഊർജ്ജം, ഒന്ന് പോസിറ്റീവായ ഊർജ്ജം. നമുക്ക് അതിനകത്ത് ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടുതൽ നെഗറ്റീവായ ഊർജ്ജത്തിനാണ്. ഈ നെഗറ്റീവായ ഊർജ്ജം നമ്മൾ ആരെ ചിന്തിച്ചിട്ടാണോ ഡെവലപ്പ് ചെയ്യുന്നത് അവൻ്റെ ബോഡിയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാലക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങും. പക്ഷെ ഇതൊന്നും നമ്മൾ അവസാനം അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ ചെയ്യുന്ന തെറ്റായൊരു രീതിയാണ്. നമ്മൾ ഒരാൾ ചതിച്ചു, നമ്മളൊരാൾ ദ്രോഹിച്ചു, പറ്റിച്ചു, 50% മിസ്റ്റേക്ക് നമ്മുടെ. കാരണം നമ്മുടെ ചില ഇല്ലായ്മകളെയും നമ്മുടെ ചില പോരായ്മകളെയും ചൂഷണം ചെയ്തിട്ടാണ് അവർ നമ്മളെ പറ്റിച്ചത്. അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ പരിഗണന, എവിടെ നിന്നും കിട്ടാത്ത പരിഗണന വഴിക്കൂടെ പണമടുത്ത് നമുക്ക് തരും. സ്നേഹം, എവിടെ നിന്നും കിട്ടാത്ത ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്നേഹം നമ്മളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ നമുക്ക് തരും. നമ്മളെ അടിമകളാക്കി നിർത്തും. തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നിർത്തുന്നത്. അപ്പം നമ്മുടെ എല്ലാ പോരായ്മ, നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ പരിഗണിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് കഴിവില്ല എന്നർത്ഥം. നിങ്ങൾക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്. അതിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ സാധനം തേടി കിടക്കുന്നത്? ഗായത്രി ഓക്കെയാണ്. ഗായത്രി ഓക്കെ അല്ലെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ പോരെ? ഗായത്രി ഓക്കെ അല്ലെങ്കിൽ മാത്രം കാര്യം ചെയ്താൽ പോരെ? നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പുറത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ മാനസികമായിട്ട് എന്തോ പേഷ്യൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇതിനിങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഒരാൾ ചതിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50% റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇനിയും അതിൽ പോയി ചാടാതിരിക്കാനുള്ള ഒരു പാഠമാണെന്ന് ചിന്തിച്ചാൽ മതി. ഇനി അടുത്ത ഘട്ടം, നിങ്ങൾ ഒരാളെ ശപിക്കുകയും നിങ്ങളൊരാൾ കൂടോത്രവും ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ആദ്യം ഈ പറയുന്ന നെഗറ്റീവ് എനർജികൾക്കോ മൂർത്തികൾക്കോ നിങ്ങൾ ആദ്യം കൊടുക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ കർമ്മത്തിൻ്റെ എനർജി ആ വ്യക്തിയെ ബാധിക്കുന്നു. കാരണം എന്താ? നിങ്ങൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ കർമ്മബന്ധം വേണം നിങ്ങൾക്ക് എപ്പോഴും ഈ സാധനം സംഭവിക്കാൻ വേണ്ടി. ഈ കർമ്മബന്ധം ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ ഇത് ബാധിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിലോട്ട് ഒരു നെഗറ്റീവ് എനർജി കടക്കുകയും കടന്നുകൂടുകയും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ മാനസികം, ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയിട്ടുള്ള നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ എല്ലാത്തിനും കയറി ബാധിക്കും. എന്തിൻ്റെ പേരിൽ? ഒറ്റ റിവെഞ്ചിൻ്റെ പേരിൽ. ആ റിവെഞ്ചിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും കൂടോത്രം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പൈസ വേറെ, സമയം വേറെ, നിങ്ങളുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസ് എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരാളോട് വൈരാഗ്യം ദേഷ്യം വിചാരിച്ചുകൊണ്ടിരുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ നിങ്ങൾ ഒരാളെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഹോർമോണില്ലേ, ഭയങ്കര മോശപ്പെട്ട ഹോർമോൺസ് ആയിരിക്കും. ആ ഹോർമോൺസ് നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും സ്ലോ പോയിസൺ ഭാഗമായിട്ട് നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പകുതി അസുഖങ്ങൾക്കും കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണെന്ന് തർക്കമൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. പിന്നെ ആലോചിച്ച് നോക്കി, വിട്ടുകളയുക. ഞാൻ പറയുന്നത് സിമ്പിളായിട്ടാണ് പറയണമെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റൻസിറ്റി എന്താണ്, നിങ്ങളുടെ പെയിൻ എന്താണ്, നിങ്ങളുടെ വേദന എന്താണ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. വിട്ട് കളഞ്ഞില്ലെങ്കിൽ ആ മറ്റൊരു വ്യക്തി നശിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും എല്ലാം അത്രയും വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. അതായത് ഒരു 5-10 വർഷം നിങ്ങൾ കാത്തിരുന്നു വയ്ക്കുക അവൻ്റെ തകർച്ച കാണാൻ. ഒരു 10 വർഷം കഴിയുമ്പോൾ തകരും ഉറപ്പായിട്ടും. ഈ 10 വർഷം നിങ്ങൾ എന്താ നേടിയേ? ആലോചിക്കും ഗായത്രി. ആ 10 വർഷം ഗായത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഗായത്രീനെ അടിപൊളിയായിട്ട് നോക്കാം. ഗായത്രിയുടെ ഇല്ലായ്മേനെ ഗായത്രിക്ക് നികത്താം. ഗായത്രി പ്രൊഫഷണൽ ഉയരാം, സാമ്പത്തികമായിട്ട് ഉയരാം. ഈ 10 വർഷം ഒരു മാസം 2000 വെച്ച് നമ്മൾ സ്വരു കൂട്ടി കഴിഞ്ഞാൽ എത്ര രൂപയായി നമ്മുടെ കയ്യിൽ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ റിവെഞ്ചിന് വേണ്ടി കൊടുക്കുക, റിവെഞ്ച് എടുക്കരുത്. ഈ ഭൂമിയിൽ നിങ്ങളും ഗായത്രിയും ഞാനും, അതായത് നമ്മുടെ ശത്രുവും മിത്രവും തമ്മിൽ ഒന്നാണ്. ഇതെല്ലാം ഈശ്വരനിൽ നിന്ന് വന്നിരിക്കുന്ന എനർജിയാണ്, സോളുകളാണ്. ഈ സോളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കാനുള്ള അനുവാദം നമുക്കില്ല. ഞാൻ ഗായത്രിയുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ഒന്നാണ്. ഞാൻ ഗായത്രിനെ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചാൽ അത് ഞാൻ എൻ്റെ ഈശ്വരനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ എൻ്റെ ഈശ്വരനെയാണ് വേദനിപ്പിക്കുന്നത്, ഗായത്രിനെ അല്ല. ഞാൻ എൻ്റെ ഭഗവാനെ വേദനിപ്പിച്ചാൽ അതിൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കണം. കാരണം ഗായത്രിയും ഞാനും വന്നിരിക്കുന്ന ഒന്നിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കർമ്മഫലം ഞാൻ അനുഭവിക്കണം. അതിന് ഗായത്രി എന്നെ ശപിക്കൊന്നും വേണ്ട. ഞാൻ ഗായത്രിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ, ഞാൻ ഗായത്രിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. കാരണം അത് ഓൾറെഡി അവിടെ എഴുതി വെക്കപ്പെട്ടു. അതിനുവേണ്ടി നിങ്ങൾ സമയം കളയരുത്. ദൈവത്തോർത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ മറ്റെന്തൊരു കാര്യവും നിങ്ങൾ റിവെഞ്ചിന് വേണ്ടി ഉപയോഗിക്കരുത്. നമുക്ക് രക്ഷപ്പെട്ടുകൂടെ? നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ലേ നമുക്കിത് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയാൽ മതി. ആ കഴിവില്ലായ്മ നമ്മൾ നികത്തി മുന്നോട്ട് പോവുക. അതുകൊണ്ട്
ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി. പിന്നെ ഇതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കൊക്കെ വേണ്ടി കൂടോത്രവും മന്ത്രവാദവും കൈവശവും വശമൊക്കെ ചെയ്ത് വെക്കുമ്പോഴും ആലോചിക്കുക, ഇത് നിങ്ങൾക്ക് വളരെ ദോഷമായിട്ട് നിങ്ങൾക്ക് ബാധിക്കും. ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലോട്ടോ പ്രവർത്തികളിലോട്ടോ പോവാതിരിക്കുക. യൂട്യൂബിൽ പല മന്ത്രങ്ങളും പല കാര്യങ്ങളും കാണും, അതും ചെയ്യാതിരിക്കുക. വൺ ടൈം നമുക്കിത് സംഭവിച്ചു പോയാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഇത്രയും ജനിച്ച നാൾ മുതൽ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു നിലയിൽ നമ്മൾ എത്തുന്നു, നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്നുള്ള നമ്മുടെ പ്രതീക്ഷ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രാർത്ഥനകൾ എന്ന് ചെറുപ്പം മുതൽ നമ്മൾ പ്രാർത്ഥിച്ച് വന്ന് ആ എനർജിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ രക്ഷപ്പെടും. ഈ രക്ഷപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് കുറേ പണവും കുറേ സ്വത്തുക്കളും കുറേ സ്വർണ്ണാഭരണങ്ങളും ഒരു വലിയൊരു കാറും വരുന്നതിനെയല്ല. അത് നമ്മുടെ ചിന്താഗതിയാണ്. വലിയ കാറിലും വലിയ വീട്ടിലും വലിയ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെന്നോ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണ സമാധാനത്തോടെ ആവണമെന്നോ ഒരു നിർബന്ധമില്ല. നമ്മൾ ഒരു സൈക്കിള് ചവിട്ടിയാണ് നടക്കണമെങ്കിലും അത് ഏറ്റവും സന്തോഷിച്ച് നടക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ അബണ്ടൻസും നമ്മൾ വിളിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ധനവാനാവുന്നത്. രണ്ട് രീതിയിലുള്ള ധനവാന്മാരെ നമുക്ക് ചുറ്റുമുള്ളത്. ഒന്ന് മാനസികമായിട്ടും ഒന്ന് മറ്റൊരു രീതിയിലുള്ള സാധനം എന്ന് വേണ്ടി നഷ്ടപ്പെടാം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാധനം ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് നമുക്ക് വലിയ പണമില്ലെങ്കിലും നമ്മൾ ഓക്കെ ആയിരിക്കും. കുറേ ആളുകളില്ലെങ്കിലും നമ്മൾ ഓക്കെ ആയിരിക്കും. നമ്മൾ കുറേ ആളുകൾ സ്നേഹിക്കാനില്ലെങ്കിലും നമ്മൾ ഓക്കെ ആയിരിക്കും. നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അൾട്ടിമേറ്റ് ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ നിർത്തും, പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു വരും. നമുക്ക് മൊത്തം നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും. നമ്മുടെ കൂടെ നമ്മുടെ ഭഗവാനുള്ള പോലെ തോന്നും, ഭഗവതി ഉള്ളതുപോലെ തോന്നും, നമ്മളൊരു പോസിറ്റീവാന്ന് തോന്നും, നമ്മുടെ ലൈഫ് എന്തെങ്കിലും ചേഞ്ച് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഇവിടെ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് കുറേ പണം, ഭഗവാൻ കുറേ പെട്ടി നിറച്ച് കുറേ സ്വർണവും പണവും കൊണ്ട് തരുന്നതാണ് നിങ്ങളെ സഹായിക്കുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും ഇതെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. തെറ്റാണ്. ഇത് എന്തെങ്കിലും ഡിഫറെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ നമ്മൾ ഈ സ്പിരിച്വലായി കഷ്ടപ്പെട്ട് വന്നത് ഒരു പോയിന്റിലെത്തി റിവെഞ്ചിന് വേണ്ടി നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ എനർജിനെയും നശിപ്പിച്ച് കളയരുത്. അത് കിട്ടിയോ, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നോ, ഒരു അടി കിട്ടിയോ, സഹിക്കുക. നമ്മൾ നമ്മുടെ കർമ്മത്തിലോട്ട് പോവുക, നമ്മുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, മറ്റേത് തനിയെ നടന്നോളൂ.